2 ദിവസം കേരളത്തെ പിടിച്ചു ഉലച്ച സംഭവമായിരുന്നു സ്ട്രോങ് റൂം വിവാദം. അത് തുറക്കാൻ ശ്രമിച്ചു. പിന്നീട് പറയുന്നു മെറ്റീരിയൽ റൂമാണ് തുറക്കാൻ ശ്രമിച്ചത്. ഏറ്റവും ഒടുവിൽ ഇത് ആദ്യം കുത്തിപ്പൊക്കിയ ഫാത്തിമ താഹിലിയ പറയുകയാണ്, അതിൻ്റെ ഉള്ളിൽ കയറിയതേ എൻ്റെ ഭർത്താവ് തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രശ്നമൊന്നും വേണ്ട. ഇത് ഒരുമാതിരി തട്ടിപ്പ് പരാതിയായിരുന്നു. അത് കൈയോടെ പിടിക്കും എന്നുള്ള സ്ഥിതി എത്തിയപ്പോൾ അവർ കൈ കഴുകാനായിട്ടുള്ള ശ്രമമാണ് ഈ ഫാത്തിമ തഹലിയ ശ്രമിക്കണത്. അവർ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയല്ലേ, അതെ. വലിയ അത്ഭുതമൊന്നുമില്ല. അപ്പോൾ അവർക്ക് തോറ്റു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം പറയണമല്ലോ. റിസൾട്ട് 4-ാം തീയതി വരുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള രീതിയിൽ, അല്ല ഓടിന് പട്ടിക്ക് വരുമ്പോഴും മുമ്പേ എറിയാം എന്നുള്ള രീതിയിൽ ഒരു കല്ലെടുത്ത് എറിഞ്ഞായിരിക്കണം അവർ. പക്ഷെ സാർ, സ്വാഭാവികമായിട്ടും അതിലൊരു ചോദ്യം വരുന്നത്, ഇപ്പോൾ ആദ്യം പേരാമ്പ്രയിലാണ് ഈ വിവാദം ഉണ്ടാകുന്നത്. ഫാത്തിമ തഹ്ലിയ ഉൾപ്പെടെ എല്ലാവരും വന്ന് വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അതേ തുടർന്ന് പാലക്കാട് നെന്മാറയിലും ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്നു. പക്ഷേ പേരാമ്പ്രയിലെ വിഷയമാണ് ഏറ്റവും കത്തിജ്വലിച്ച് നിന്നത്. അതിൽ തന്നെ ഫാത്തിമ തഹ്ലിയയെ നിർത്തിയതിലുമായി ബന്ധപ്പെട്ട് വനിതാ ലീഗിനുള്ളിൽ പൊട്ടിത്തെറികൾ ഉണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ തഹ്ലിയ തന്നെ പറയുകയാണ്, ഇത് കയറിയിരുന്നത് എൻ്റെ ഭർത്താവായിരുന്നു. അപ്പോൾ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് തഹ്ലിയയുടേത് തന്നെയല്ലേ? ഇല്ല, തഹ്ലിയയുടെ ഭർത്താവ് തന്നെയാണ് കയറിയത് എന്ന് തഹ്ലിയയ്ക്ക് ഉറപ്പുണ്ടോ? അവർക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ, അതല്ലെങ്കിൽ വരണാധികാരി റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിൽ നിന്നും ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു, മെറ്റീരിയൽസ് റൂം തുറക്കും എന്ന് പറഞ്ഞിട്ട്. അവർ ആ സമയത്ത് തന്നെ അവർക്ക് ചെല്ലാൻ പറ്റിയില്ല, അവരുടെ റെപ്രസെൻറ്റേറ്റീവിന് ചെല്ലാൻ പറ്റിയില്ല. അതുകൊണ്ട് മെറ്റീരിയൽസ് റൂം തുറന്നത് തെറ്റാണ് എന്നുള്ള രീതിയിലാണ് അവർ പ്രചരണമൊക്കെ നടത്തിയത്. പക്ഷേ ഇവർ പ്രചരണം നടത്തുന്ന സമയത്ത് ഇവരുടെ പ്രതിനിധി എന്ന് പറയുന്ന വ്യക്തി, അവരുടെ ഭർത്താവാണെന്ന് പറയുന്നു. അയാൾ അവിടെ പോയതും അവിടെ പോയി എല്ലാം നോക്കിക്കണ്ട് വന്നതും ഒക്കെ ഇവർക്കറിയാമായിരുന്നു. അപ്പോൾ ഒരു വിവാദം ആയിക്കോട്ടെ, ഒരു പബ്ലിസിറ്റി ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അവരത് എടുത്തത്. പക്ഷെ സാർ, ഇതിൽ പറഞ്ഞു വരുമ്പോൾ ആദ്യമേ ഇവർ വരുത്തി തീർക്കാൻ ശ്രമിച്ച ഒരു അജണ്ടയുണ്ട്. അത് സംഘപരിവാറിനെ കുറിച്ചാണ്. എന്തും ഏത് സംഭവിച്ചാലും സംഘപരിവാറിനെ കുറിച്ച് കുറ്റം പറയാനാണ് ഇവർക്ക്. ഈ പറയുന്ന LDFനായാലും ലീഗിനായാലും UDFനും ഒക്കെ താല്പര്യം അതാണ്. ഇവർ പറഞ്ഞത് സംഘപരിവാറുകാർ ഇത് ശ്രമിച്ചു, EVM മെഷീൻ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രസ്താവന അത് പറഞ്ഞിടത്ത് നിന്ന് നേരെ കുത്തനെ താഴേക്ക് വരിക. അവർ പറയുന്നത് മുഴുവനും EVM ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്ന് അവർ പറയുന്നത് EVM എന്താണെന്നോ EVMൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നോ ഇവർക്ക് ഇതുവരെ വിവരമില്ല, അതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒരു സ്റ്റാൻഡ് എലോൺ മെഷീനാണ്. അതൊരിക്കലും ഹാക്ക് ചെയ്യാൻ പറ്റില്ല. പ്രൊവൈഡഡ് അത് മെറ്റീരിയൽ റൂമിനകത്താണ് ഇരിക്കുന്നത്, സ്ട്രോങ് റൂമിനകത്താണ് ഇരിക്കുന്നത്. മെറ്റീരിയൽ റൂമല്ല, സ്ട്രോങ് റൂമിനകത്താണ് ഇരിക്കുന്നത്. സ്ട്രോങ് റൂം തുറക്കണം എന്നുണ്ടെങ്കിൽ കുറേ അധികം പേര് കൂടി വന്നാലേ, ഒരുമിച്ച് വന്നാലേ തുറക്കാൻ പറ്റുള്ളൂ. അതൊക്കെ നമ്മളെക്കാളും കൂടുതൽ ഈ കാൻഡിഡേറ്റ്സിനും അവരുടെ പ്രതിനിധികൾക്കൊക്കെ അറിയാവുന്നതാണ്. അത് അത് മാത്രമല്ല, അവിടെ നിന്നും തുറന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പുറത്തെടുത്തുകൊണ്ട് വന്നു, അതല്ലെങ്കിൽ അകത്തേക്ക് ഏതെങ്കിലും ഒരു ഇൻ്റർനെറ്റ് ഫെസിലിറ്റി അതെല്ലാം കൊണ്ടുപോയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്നും നടക്കില്ല. കാരണം ഇത് മുഴുവൻ ക്ലോസ്ഡ് സർക്യൂട്ട് TV വെച്ചിട്ടുണ്ട്. അതിൽ അവിടേക്ക് ചെല്ലുന്നവരുടെയും അവർ റൂം തുറക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിരന്തരം ഒരു സെക്കൻഡ് പോലും ഗ്യാപ്പില്ലാതെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇറ്റ്സ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. ഇങ്ങനൊരു തട്ടിപ്പ് പരിപാടി അവിടെ നടക്കും എന്നുള്ളതോ യാതൊരു ഇതുമില്ല, സംഭാവ്യമേ അല്ല അത്. രണ്ടാമത്തെ കാര്യം, ഈ വനിത ഇവർ സ്ഥിരം ഒരു പ്രശ്നക്കാരിയാണെന്ന് തോന്നുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് അവിടുത്തെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി രാമകൃഷ്ണനുണ്ട്. രാമകൃഷ്ണൻ്റെ പ്രചരണ വാഹനത്തിൽ കൂടി മതസ്പർദ്ധ ഉണ്ടാക്കുന്ന അനൗൺസ്മെന്റ് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ രാമകൃഷ്ണനെ ഞാൻ TV കാണുമ്പോഴേ രാമകൃഷ്ണൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. അയാൾ വളരെ ഉറപ്പായിട്ടാണ് പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെയൊന്നും പറയില്ല. ശരിയായിരിക്കും, മാർക്സിസ്റ്റായിരുന്നല്ല, അവർ അങ്ങനെ വർഗീയത പറയില്ല എന്നുള്ളത് അയാൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നല്ലോ രാമകൃഷ്ണനെ. അയാൾക്കറിയാം പറയേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് അയാൾക്ക് അറിയാം. അപ്പോൾ അവർ വളരെ സൂക്ഷിച്ച് ഒക്കെ നിൽക്കുള്ളൂ. ഒന്നാമത്തെ മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയ അല്ലേ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ MLA ആണോ മന്ത്രിയാണോ എന്ന് നോക്കില്ല, അവർ കൊല്ലും. മുസ്ലിം ലീഗ് ദേ ആർ എക്സ്ട്രീമിസ്റ്റ്.
എന്തൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാലും ശരി, 1946 ഓഗസ്റ്റ് 6-നോ ജൂലൈ 6-നോ മറ്റേ ഡയറക്റ്റ് ആക്ഷൻ ഓർഡർ ചെയ്ത ആൾക്കാരുടെ ഡിസെൻഡൻസാണ് അവർ. അപ്പോൾ എല്ലാവർക്കും പേടിയുണ്ട് മുസ്ലിം ലീഗിനെ. ഈ പറയണ എനിക്ക് വരെ മുസ്ലിം ലീഗിനെ ഭയങ്കര പേടിയാണ്. നമുക്ക് അവരെ പേടിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ ഇവിടെ, എല്ലാവരും മൈ ഗോഡ്, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവർ നടത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞും വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എത്രയോ ദിവസമുണ്ടായിരുന്നു ഈ പരാതിയെല്ലാം കൊടുത്ത് ഈ വിവാദമെല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് അറിയാമായിരുന്നു ഇവരുടെ ഭർത്താവാണ് അവിടെ മെറ്റീരിയൽസ് റൂമിൽ പോയത് എന്നറിയാമായിരുന്നു. ഇവർ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? അതെ, അതിൽ ഇവർ പറയുന്ന ഒരു ഇന്റർവ്യൂവിലാണ് ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പറയുന്നത് തൻ്റെ ഭർത്താവായിട്ടുള്ള ഷഹസാദ് തന്നെയാണ് സ്ഥാനാർത്ഥിയുടെ പ്രതിനിധിയായിട്ട് മെറ്റീരിയൽ റൂമിൽ കയറിയത് എന്നാണ്. അതെ. അപ്പോൾ അറിഞ്ഞു വെച്ചുകൊണ്ട് വെറുതെ ഒരു വിവാദം ഉണ്ടാക്കുക, ഒടുവിൽ അതൊരു തെറ്റിദ്ധാരണ മൂലമാണ് ഉണ്ടായത് എന്ന് പറയുക. തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ അടക്കം എന്ത് പ്രശ്നമുണ്ടെങ്കിലും, ഇവിടുത്തെ പ്രശ്നമാണെങ്കിലും അങ്ങ് മോദിയെ വരെ കുറ്റം പറയാം. ഇലക്ഷൻ ആണല്ലോ, ഇലക്ഷൻ കമ്മീഷൻ മോദിയുടെ പോക്കറ്റിലാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അനുമതി ഉണ്ട് എന്നുള്ളത് ഇവർ മറച്ചു വയ്ക്കുകയും ചെയ്യും. അപ്പോൾ ലീഗിനുള്ളിലെ, വനിതാ ലീഗിനുള്ളിൽ പൊട്ടിത്തെറി ഇപ്പോൾ അടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ ഒരു സറണ്ടർ വരുന്നത്? ഇത് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കും. മുസ്ലിം ലീഗിലെ ഒരു എന്താ അവരുടെ പേര്, അവർ രാജിവെച്ച് പോവോ? ഔദ്യോഗിക പദവിയിൽ നിന്ന് രാജിവെക്കുക എന്തൊരു ചെയ്തല്ലേ അവർക്ക് സ്ഥാനാർത്ഥി, അവരെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് എന്തോ റഷീദ് എന്തോ എങ്കിലും ആയിക്കോട്ടെ, ഏതൊരു കുഞ്ഞിപ്പാത്തു അവര് എന്താ പറയണ രാജിവെച്ച് പോയി. അവര് അല്ലേ പാർട്ടി പദവിയിൽ നിന്ന് രാജിവെച്ച് പോയി. അപ്പൊ നിങ്ങളുടെ ഇടയിലും കുനിഷ്ടും കുന്നായ്മയൊക്കെ ഉണ്ട് നന്നായിട്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം നടന്നതിന് ശേഷം പലപ്പോഴും പല വിവാദങ്ങളും ഉണ്ടാകുന്നത് ചില കാര്യങ്ങൾക്ക് മറ പിടിക്കാനാണ് എന്നുള്ള പറച്ചിലുണ്ട്. അപ്പോൾ ഈ വിവാദം ഉണ്ടാകുന്ന സാഹചര്യത്തിലും ഈ പറയുന്ന ഫാത്തിമ തഹ്ലിയ ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാക്കിയെടുത്തത് ഇത് അറിഞ്ഞു വെച്ചുകൊണ്ടാണല്ലോ. തൻ്റെ ഭർത്താവാണെന്നുള്ളത് ഫാത്തിമ തഹ്ലിയക്ക് അറിയാതെ പോകുന്നുണ്ടാവില്ല. ഇപ്പോൾ അവർ തുറന്നു പറയുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റെന്തോ പ്രധാനപ്പെട്ട ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. അത് മറച്ചു പിടിക്കാനായിട്ട് UDF ശ്രമിച്ചതിൻ്റെ ഭാഗമായിരിക്കുമോ ഈ ഒരു വിവാദം? അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് UDF നടത്തുന്ന ശ്രമമായിരിക്കണം, അതല്ലാതെ വേറൊരു കാര്യമില്ല. അതല്ലെങ്കിൽ പിന്നെ എന്ത് ആരെയും കിട്ടിയിട്ടില്ലെങ്കിൽ RSSനെ കുറ്റം പറയാമെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഇവിടെയുള്ള കോയമാരും ഒക്കെ പറഞ്ഞുകൊണ്ട് കിടക്കണ എന്താ, ഇറാനെ അമേരിക്ക ആക്രമിക്കാനുള്ള പ്രധാന കാരണം നരേന്ദ്രമോദിയാണെന്നാണ് പറഞ്ഞവർ. ഇസ്രായേലിൽ പോയി ചർച്ച നടത്തി ഇസ്രായേലിന് പച്ച സിഗ്നൽ കൊടുത്തോ, നിങ്ങൾ തട്ടിക്കോ എന്നും പറഞ്ഞിട്ട് പോന്നു. അതിൻ്റെ പിറ്റേ ദിവസം യുദ്ധം തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മുസ്ലിം ലീഗ് കൊടുക്കണം ബഹുമാനായി. കാരണം ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് പച്ചക്കൊടി കാണിക്കുന്ന ഇന്ത്യയാണ്. ഏതാ ഇതൊന്നും അറിയാൻ പാടില്ലല്ലോ. ഇവിടെ എണ്ണ പ്രതിസന്ധി ഉണ്ടാവും, അതല്ലെങ്കിൽ 1.5 കോടിയിലധികം മലയാളി ഇന്ത്യക്കാരവിടെ പശ്ചിമേഷ്യയിലുണ്ട് എന്നുള്ള ബോധം ഒന്നും അറിയാതെ നരേന്ദ്രമോദി പോയിട്ട് പച്ചക്കൊടി നടക്കുമോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജപ്പാനിൽ ഒരു 7.4 റിച്ചർ സ്കെയിൽ കാണിച്ച ഒരു ഭൂമികുലുക്കമുണ്ട്. അതായത് സുനാമി വേവ്സ് ആയിട്ട് വന്നു. ഭാഗ്യം ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല നരേന്ദ്രമോദിയാണ് അതിന് ഉത്തരവാദി. അവർക്ക് എന്തുണ്ടെങ്കിലും ഉടനെ RSS അല്ലെങ്കിൽ നരേന്ദ്രമോദി, ഇത് മാത്രമേ പറയാനറിയുള്ളൂ. അവരെ അങ്ങനെ പഠിപ്പിച്ചു വെച്ചേക്കുക, ജനിച്ച അപ്പം തൊട്ട് പഠിപ്പിച്ചു വെച്ചേക്കുക. അവരുടെ വീട്ടിലൊരു മുസ്ലിം വനിത അവരുടെ കുട്ടീനെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പറയിപ്പിച്ചത് ഞാൻ കേട്ടാണ്, നരേന്ദ്രമോദിയെ കൊല്ലണമെന്ന്. ഓർമ്മയുണ്ടോ? ഇന്ത്യൻ പ്രധാനമന്ത്രിനെ കൊല്ലണമെന്ന്. വേറെ ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രിക്ക് നേരെയോ അതല്ലെങ്കിൽ ഒരു എന്താ പറയണ ഗോഡ് വില്ലിങ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രി, നമ്മുടെ MA ബേബി പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റില്ല. അവർക്ക് നേരെ അങ്ങനെയൊരു ഇത് അവർ പറയുമോ? ധൈര്യമുണ്ടോ അവർക്ക് പറയാനായിട്ട്? അവർക്ക് ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കളോടുള്ള വെറുപ്പ് ഭയങ്കരമാണ് മുസ്ലിംസിന്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അതുപോലെയുള്ള കുറേ പാർട്ടികളുണ്ട്. PDP, പോപ്പുലർ ഫ്രണ്ട്, SDPI, വെൽഫെയർ പാർട്ടി, ദാറ്റ് പാർട്ടി, ദിസ് പാർട്ടി, എല്ലാം ഇസ്ലാമിക് തീവ്രവാദികളാണ്. ഞാനത് പറയുമ്പോൾ എല്ലാവർക്കും പുച്ഛമാണ് എൻ്റെ അടുത്ത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ദിസ് പീപ്പിൾ ദേ ആർ ഓൾ വെരി ഡേഞ്ചറസ് ടു ദ ഹിന്ദുസ്. അവരെ കഴിയുന്നത് അകറ്റി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം.
അവർ ഓരോ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നത് സാമാന്യ നീതിക്ക് നിരക്കാത്ത ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കണം മുഴുവൻ. എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ RSS അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇത് മാത്രമേ അവർക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു മുസ്ലിം നുഴഞ്ഞു കയറി മിഠായി വിതരണം ചെയ്തു, അതാരും മിണ്ടൂല അത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ മറ്റേ ഭഗവാൻ കൃഷ്ണൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ കുഴിമന്തിയും ബിരിയാണിയും വെച്ച് അതൊന്നും അത്ര വലിയ കാര്യമില്ല, അതൊക്കെ തമാശയല്ല, അതൊരു പരസ്യമല്ല. ഒരാൾ പറയണു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന്. അറിവില്ലായ്മ ഒരു എക്സ്ക്യൂസ് അല്ല. നിയമത്തിലെ പ്രധാന കാര്യമുണ്ട്, ഒരു നിയമത്തിനെ പറ്റിയിട്ട് പ്രജിത ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞിട്ട് പറയുകയാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള വിവരം എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസേ അല്ല. യു ഹാവ് ടു പേ ഫോർ ദ മിസ്റ്റേക്ക് വിച്ച് യു ആർ കമ്മിറ്റഡ്. ചെയ്ത തെറ്റിന് എന്താ പറയുക, ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ. ഇത് ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞ് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് കൈ കഴുകാനായിട്ട് ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതേപോലെ ഇവർക്കെതിരെ കേസ് എടുക്കേണ്ടതാണ്. നുണപ്രചരണത്തിന്, ജനങ്ങളുടെ ഇടയിൽ സ്പർദ്ധ സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചതിന്, അങ്ങനെയുള്ള ആരോപണങ്ങളുടെ പുറത്ത് ഇവർക്കെതിരെ കേസ് എടുത്ത് ഇവരെ ജയിലിൽ അടയ്ക്കുകയാണ് വേണ്ടത്.